ഹലോ വെൽക്കം നമസ്കാരം കൂട്ടുകാരെ. എൻ്റെ പേര് ഡോക്ടർ പ്രശാന്ത് വെൺപകൽ. ഈ വീഡിയോയിലൂടെ ഞാൻ HSST കൊമേഴ്സിന് പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാരെ സപ്പോർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഞാനും കഴിഞ്ഞ 2 വർഷങ്ങളിൽ HSST കൊമേഴ്സിന് ട്രൈ ചെയ്ത് ലിസ്റ്റിലൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ചെറിയ ഭാഗ്യദോഷമായിരിക്കാം. ഇത്തവണയും ഞാൻ ലാസ്റ്റ് ട്രൈ-അപ്പിൻ്റെ ഒരു റൗണ്ടിലാണ്. ഞാനും ഉണ്ട് നിങ്ങളോടൊപ്പം എഴുതാനായിട്ട്. അപ്പോൾ എൻ്റെ പ്രിപ്പറേഷൻസിൻ്റെ കുറച്ച് മെറ്റീരിയൽസാണ് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ ഷോർട്ട് ഫോമിലുള്ള നോട്ട്സും അതോടൊപ്പം തന്നെ എക്സ്പെക്റ്റ് ചെയ്യാൻ നമുക്ക് സാധ്യതയുള്ള ഓരോ മൊഡ്യൂളിൽ നിന്നും വരാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് എൻ്റെ വീഡിയോയിലുള്ളത്. അവസാനം വരെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കുറേ ബെനിഫിറ്റ് ഉണ്ടാവും. ഞാനും നിങ്ങളെപ്പോലെ ഒരു പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നമുക്ക് മൊഡ്യൂൾസ് നോക്കുമ്പോൾ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. എന്താണ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഗൈഡ് ലൈൻസ് ആണ്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് ആണ് അതിൽ വരുന്നത്. ഗോയിങ് കൺസേൺ കൺസെപ്റ്റ് നോക്കുകയാണെങ്കിൽ പറയുന്നുണ്ട് ബിസിനസ് വിൽ കണ്ടിന്യൂ ഫോർ എ ലോങ് പീരീഡ് ഓഫ് ടൈം. അക്രൂവൽ കോൺസെപ്റ്റിനകത്ത് പറയുകയാണെങ്കിൽ നമ്മൾ എല്ലാത്തരം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. വിച്ച് ക്യാഷ് ഈസ് റിസീവ്ഡ് ഓർ പെയ്ഡ് എന്ന് നോക്കുന്നില്ല, എല്ലാ റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ നോക്കുകയാണെങ്കിൽ യൂണിഫോം അക്കൗണ്ടിങ് മെത്തേഡ്സ് ഷുഡ് ബി ഫോളോഡ് ഓവർ ടൈം എന്നാണ് പറയുന്നത്. പ്രുഡൻസ് അല്ലെങ്കിൽ കൺസർവേറ്റീവ്സ് എന്നുള്ള ഒരു വെറൈറ്റി പോയിൻ്റാണ്, നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. റെക്കഗ്നൈസസ് ആൻറ്റിസിപ്പേറ്റഡ് ലോസസ്, നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാം, പക്ഷേ നോട്ട് അൺറിയലൈസ്ഡ് ഗെയിൻസ്. മാച്ചിങ് പ്രിൻസിപ്പിൾ പറയുന്നത് എവറി എക്സ്പെൻസസ് ഷുഡ് ബി റിലേറ്റഡ് ടു ഓർ മാച്ച്ഡ് ടു റവന്യൂ. മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിൾ ആണെങ്കിലോ ഇൻസിഗ്നിഫിക്കൻ്റ് ഡീറ്റെയിൽസ് ക്യാൻ ബി ഇഗ്നോർഡ് ഇഫ് ദേ ഡു നോട്ട് അഫക്റ്റ് ഡിസിഷൻ മേക്കിംഗ്. റവന്യൂ റെക്കഗ്നിഷൻ കൺസെപ്റ്റ് പറയുന്നത് വെൻ ഇറ്റ് ഈസ് ഏൺഡ് നമ്മൾ റവന്യൂ റെക്കോർഡ് ചെയ്യണം. റവന്യൂ ഈസ് റെക്കഗ്നൈസ്ഡ് വെൻ ഇറ്റ് ഈസ് ഏൺഡ്, നോട്ട് നെസസറിലി വെൻ റിസീവ്ഡ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റ് പറയുന്നത് ഇത് അസറ്റുമായിട്ട് റിലേറ്റഡ് ആണ്. അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ദെയർ ഒറിജിനൽ പർച്ചേസ് പ്രൈസ് എന്നാണ് പറയുന്നത്. ഫുൾ ഡിസ്ക്ലോഷർ കോൺസെപ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മസ്റ്റ് ഡിസ്ക്ലോസ് ഓൾ മെറ്റീരിയൽ ഇൻഫർമേഷൻ എന്നാണ്. ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് ഉണ്ട്. ഗ്ലോബലായിട്ടുള്ള ട്രാൻസാക്ഷൻ, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്, എൻട്രി പോർട്ട് ട്രാൻസാക്ഷൻ ഒക്കെ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഫോളോ ചെയ്യുന്നത്. ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ബോർഡാണ് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് വയ്ക്കുന്നത്. സോ കൺവെർജ്ഡ് വിത്ത് IFRS ഫോർ ബെറ്റർ കമ്പാറ്റബിലിറ്റി. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1 കാണിക്കുന്നത് ഡിസ്ക്ലോഷർ ഓഫ് അക്കൗണ്ടിങ് പോളിസീസ് ആണ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ആണെങ്കിലോ ഡീൽസ് വിത്ത് ഡിപ്രീസിയേഷൻ. ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ള അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ആണെങ്കിലോ ഡീൽസ് വിത്ത് അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ ആണ്. നമ്മുടെ ഈ മൊഡ്യൂളിൽ അമാൽഗമേഷൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കമ്പനി അക്കൗണ്ട്സ് നോക്കുകയാണെങ്കിൽ 1956 ആണ് ആദ്യത്തെ കമ്പനി ആക്ട് നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് മാറി കമ്പനീസ് ആക്ട് 2013 ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. കമ്പനീസ് ഹാസ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഫ്രം ഇറ്റ്സ് ഓണേഴ്സ് എന്ന് പറയുന്നുണ്ട്. ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്ന പല ഫോമിൽ പറയുന്നുണ്ട്. ഓതറൈസ്ഡ് ക്യാപിറ്റൽ, ഇഷ്യൂഡ് ക്യാപിറ്റൽ, സബ്സ്ക്രൈബ് ക്യാപിറ്റൽ, കാൾഡ് അപ്പ് ക്യാപിറ്റൽ ആൻഡ് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ഷെയർസിന് 2 ടൈപ്പ് ഷെയർസാണ് ഇഷ്യൂ ചെയ്യാറുള്ളത്. നമ്മുടെ ഇക്വിറ്റി ഷെയറും പ്രിഫറൻസ് ഷെയറാണ് അതിനകത്ത് വരുന്നത്. ഇഷ്യൂ ഷെയർസ് അറ്റ് പാറുണ്ട്, പ്രീമിയം ഉണ്ട്, പക്ഷേ ഡിസ്കൗണ്ട് ഇപ്പോൾ നമുക്ക് അലൗഡ് അല്ല എന്നുള്ളതാണ് നിങ്ങൾ ഓർക്കേണ്ടത്. ഫീച്ചേഴ്സ് ഓഫ് ഷെയർസ് നോക്കുകയാണെങ്കിലോ ഷെയർ ഓർഡർ ഫോർ ഫീച്ചർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് എന്താണ്? വെൻ ഷെയർ ഓർഡർ ഫെയിൽസ് ടു പേ ദ ഡ്യൂ എമൗണ്ട് ആണ്. എൻട്രി ഓർത്തിരിക്കുക. ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ലെറ്റർ, 2 ഷെയർ ഫോർ ഫീച്ചർ, 2 കോൾസ് ഇൻ ഏരിയർ എന്നുള്ള എൻട്രിയാണ് വരുന്നത്. ദെൻ റീഇഷ്യൂ ഫോർഫൈറ്റഡ് ഷെയർസ് ഉണ്ട്. റീഇഷ്യൂ എന്ന് പറയുന്നത് നമുക്ക് പാറിന്, പ്രീമിയത്തിന്, ഡിസ്കൗണ്ടിന് നമുക്ക് റീഇഷ്യൂ ആവുന്നതാണ്. ഓർത്തിരിക്കുക, റീഇഷ്യൂ ഫോർഫൈറ്റഡ് ഷെയർസ് എന്ന് പറയുന്ന 3 രീതിയിൽ നമുക്ക് നടത്താവുന്നതാണ്. ദെൻ റിസർവ് ആൻഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഓർത്തിരിക്കുക, ജനറൽ റിസർവ്, അതോടൊപ്പം തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ആയിട്ടുള്ള ക്യാപിറ്റൽ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ്, അങ്ങനെ പല രീതിയിലുള്ള റിസർവുകൾ അതിനകത്ത് വരുന്നുണ്ട്. ഡിബഞ്ചർ റിഡംഷൻ റിസർവ്, വർക്ക്മെൻ കോമ്പൻസേഷൻ റിസർവ് എന്ന് പറഞ്ഞിട്ട് കുറേ ഐറ്റംസ് അതിനകത്ത് വരുന്നുണ്ട്. ഡിബഞ്ചർ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാമല്ലോ, ക്രെഡിറ്റേഴ്സ് ആണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. ഇഷ്യൂഡ് ആസ് സെക്യൂർഡ് ഓർ അൺസെക്യൂർഡ്, റെഡീമബിൾ ഓർ ഇറഡീമബിൾ, കൺവെർട്ടബിൾ ഓർ നോൺ കൺവെർട്ടബിൾ, അങ്ങനെ പല കാറ്റഗറി വരുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് പാർട്ട്ണർഷിപ്പായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. പാർട്ട്നേഴ്സിന് നമ്മൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന അക്കൗണ്ടാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് വരുന്നത് ബാലൻസ് ഷീറ്റ്. കമ്പനി അക്കൗണ്ട്സിലാണെങ്കിൽ വെർട്ടിക്കൽ ഫോം ഓഫ് ബാലൻസ് ഷീറ്റും പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ് വരുന്നത്. കോൾസ് ഇൻ അരിയറും കോൾസ് ഇൻ അഡ്വാൻസ് ഓർത്തിരിക്കുക. അൺപെയ്ഡ് കോൾസ് ആണ് കോൾസ് ഇൻ അരിയർ. അതേസമയം ഓൾറെഡി റിസീവ് ചെയ്യുന്നതാണെങ്കിൽ, റിസീവ്ഡ് എയർലിയർ ആണെങ്കിൽ അത് കോൾസ് ഇൻ അഡ്വാൻസ്.
ഡിവിഡൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കമ്പനിയിലെ ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന റിട്ടേൺ ആണ്. പ്രൊവിഷൻ ആൻഡ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവിഷൻ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ലോസിന് വേണ്ടി മാറ്റിവെക്കുന്ന തുകയും പ്രോഫിറ്റിൽ നിന്ന് മാറ്റിവെക്കുന്ന തുകയും, അതേസമയം റിസർവ് എന്ന് പറയുന്നത് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ലോസിന് വേണ്ടിയുള്ളതാണ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് അഡീഷണൽ ഷെയർ ആണ്, ഫ്രീ ഷെയർ ആണ്, എമൗണ്ട് ഒന്നും കളക്ട് ചെയ്യുന്നില്ല. റൈറ്റ് ഷെയർ നോക്കുകയാണെങ്കിലോ ഇഷ്യൂഡ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ആണ്, പക്ഷേ അവിടെ കയ്യിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മൾ കളക്ട് ചെയ്യുന്നുണ്ട്. അടുത്തൊരു മൊഡ്യൂളാണ് അമാൽഗമേഷൻ, അബ്സോർപ്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ. അമാൽഗമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ അതിലധികം കമ്പനീസ് ഒന്നിച്ചു ചേർന്നതിനാണ്, പുതിയൊരു സംരംഭം സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് അമാൽഗമേഷൻ എന്ന് പറയുക. അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്: റീഓർഗനൈസേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്ട്രക്ചർ വിത്തൗട്ട് ലിക്വിഡേഷൻ എന്നാണ്. കമ്പനി ക്ലോസ് ചെയ്യാതെ അല്ലെങ്കിൽ മെർജ് ചെയ്യാതെ നമ്മൾ ചെയ്യുന്നതിനാണ് പറയുക. ടൈപ്സ് ഓഫ് അമാൽഗമേഷൻ ഇവിടെ പറയുന്നുണ്ട്. മെർജർ ആൻഡ് പർച്ചേസ് ആണ്. അത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 പ്രകാരമാണ്. പർച്ചേസ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട തുകയാണ്. നെറ്റ് അസറ്റ് മെത്തേഡും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡും മറക്കരുത്. ആ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പർച്ചേസ് കൺസിഡറേഷൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് മെർജ് ചെയ്യുന്ന ടൈമിലുള്ള ട്രാൻസാക്ഷൻസിനെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളതാണ്. പർച്ചേസ് മെത്തേഡ് എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ യൂസ്ഡ് വെൻ ഓൺ കമ്പനി അക്വയേഴ്സ് അനദർ, ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുമ്പോൾ. അക്കൗണ്ടിങ് എൻട്രീസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ട്രാൻസ്ഫർ ഓഫ് അസറ്റ്സും ലയബിലിറ്റീസ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നുണ്ട്. ഗുഡ് വിൽ ട്രീറ്റ്മെൻറ്റ് വരുന്നത് എപ്പോഴാണ്? അറൈസസ് വെൻ പർച്ചേസ് കൺസിഡറേഷൻ എക്സീഡ്സ് നെറ്റ് അസറ്റ്. നമ്മളതിനുവേണ്ടി ജേണൽ എൻട്രി ഒക്കെ പറയുന്നുണ്ട്. അസറ്റ് ടു ലയബിലിറ്റി ടു വെൻഡറിന് കൊടുക്കാനുള്ള എമൗണ്ട്, അതിൻ്റെ എക്സസ് വരുന്നത് നമ്മൾ എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ഗുഡ് വില്ലിലേക്കാണ്. ക്യാപിറ്റൽ റിസർവ് അതുപോലെ തന്നെയാണ്. അസറ്റിൻ്റെ വാല്യൂ കൂടുതലും മറ്റുള്ള എമൗണ്ടിൻ്റെ ലയബിലിറ്റിയുടെ സെറ്റിൽ ചെയ്യുന്ന എമൗണ്ടിൻ്റെ വാല്യൂ കുറവാണെങ്കിൽ ദാറ്റ് ഡിഫറൻസ് വിൽ ബി ട്രാൻസ്ഫർഡ് ടു ക്യാപിറ്റൽ റിസർവ്. ദാറ്റ് ഈസ് ക്രിയേറ്റഡ് വെൻ നെറ്റ് അസറ്റ് എക്സീഡ്സ് പർച്ചേസ് കൺസിഡറേഷൻ. എന്താ ഡീമർജർ? മർജറിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഡീമർജർ. എ കമ്പനി സ്പ്ലിറ്റ്സ് ഇൻ ടു മൾട്ടിപ്പിൾ എൻറ്റിറ്റീസ്, പലതരത്തിലുള്ള എൻറ്റിറ്റീസ് ആയിട്ട് മാറുന്നതിനെയാണ് ഡീമർജർ എന്ന് പറയുന്നത്. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലിനെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അഡ്ജസ്റ്റിംഗ് ലയബിലിറ്റീസ് ആൻഡ് അസറ്റ് ടു മാച്ച് വിത്ത് ദ നെറ്റ് വർത്ത് എന്നാണ്. ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ രണ്ട് രീതിയാണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റലിനെ റിഡക്റ്റ് ചെയ്തുകൊണ്ട് കുറച്ചുകൊണ്ട് റീഓർഗനൈസേഷൻ നടക്കുകയാണ്. അതേസമയം എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ നോക്കിയാൽ ഇറ്റ് ഇൻവോൾവ്സ് ഫോമിങ് എ ന്യൂ കമ്പനി എന്നുള്ളതാണ്. സോ അത് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് പുതിയ മെത്തേഡ്സും പുതിയ ബിസിനസ് ഒബ്ജക്റ്റീവ്സുമായിട്ട് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് പുതിയൊരു കമ്പനി ഫോം ചെയ്യുകയാണ്. അവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ആണ് അമാൽഗമേഷനെ ഗവേൺ ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്. എന്താണ് ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ് നോക്കാം. ഹോൾഡിംഗ് കമ്പനി എന്ന് പറയുന്നത് എ കമ്പനി ദാറ്റ് കൺട്രോൾസ് അനദർ കമ്പനി എന്നാണ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ കൺട്രോൾ ചെയ്യുന്നതാണ്. അപ്പോൾ അവിടെ കൺട്രോൾ ചെയ്യുന്ന ആരാണോ കൺട്രോൾ ചെയ്യുന്നത് അത് ഹോൾഡിംഗ് കമ്പനിയും, ഏത് കമ്പനിയാണോ കൺട്രോൾ ചെയ്യുന്നത് അത് സബ്സിഡിയറി കമ്പനി എന്നും പറയും. സോ സബ്സിഡിയറി കമ്പനി എന്ന് പറഞ്ഞാൽ എന്താണ്? എ കമ്പനി കൺട്രോൾഡ് ബൈ എ ഹോൾഡിംഗ് കമ്പനി. കൺസോളിഡേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത് ഈ കമ്പനികളെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് മറ്റ് സബ്സിഡിയറി കമ്പനിയുടെ അക്കൗണ്ട്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നതിനാണ്, മിക്സ് ചെയ്ത് അക്കൗണ്ട്സ് പ്രിപ്പറേഷൻ നടത്തുന്നതിനാണ് കൺസോളിഡേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. സോ കമ്പൈനിങ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ഹോൾഡിംഗ് ആൻഡ് സബ്സിഡിയറി കമ്പനിയാണ് കൺസോളിഡേഷൻ ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. മൈനോറിറ്റി ഇൻട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ഷെയർ ഓഫ് പ്രോഫിറ്റ് ആൻഡ് നെറ്റ് അസറ്റ് ആട്രിബ്യൂട്ട് ടു ഔട്ട്സൈഡ് ഷെയർ ഹോൾഡേഴ്സ് എന്നുള്ളതാണ്. ദെൻ കോസ്റ്റ് കൺട്രോൾ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഷെയർ ക്യാപിറ്റൽ അക്വയർഡ്, അതിനെയാണ് നമ്മൾ കോസ്റ്റ് കൺട്രോൾ ആയിട്ട് പറയുന്നത്. പ്രത്യേകിച്ച് ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻ നമ്മൾ അതിനെ കൺസോളിഡേഷൻ നടത്തുന്ന ടൈമിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇൻ്റർ കമ്പനി ട്രാൻസാക്ഷൻസിനെ. ദെൻ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നുള്ളതാണ്. എലിമിനേറ്റഡ് ടു അവോയ്ഡ് ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ്സ്, അൺറിയലൈസ്ഡ് ആണ്. ദെൻ പ്രീ അക്വിസിഷൻ ആൻഡ് പോസ്റ്റ് അക്വിസിഷൻ ടൈമിലുള്ള പ്രോഫിറ്റിനെ എന്ത് ചെയ്യും? പ്രീ അക്വിസിഷൻ ടൈമിലുള്ള അക്വിസിഷന് മുമ്പുള്ള പ്രോഫിറ്റിനെ ക്യാപിറ്റൽ റിസർവിലേക്കാണ് ആഡ് ചെയ്യുന്നത്. നമ്മൾ കമ്പനിയുടെ ഇൻകോർപ്പറേഷൻ മുമ്പുണ്ടാകുന്ന പ്രോഫിറ്റിനെയും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ക്യാപിറ്റൽ റിസർവിലേക്കാണ്. ബോണസ് ഷെയർസ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ അഫക്റ്റ് ഓൾവേസ് കൺസോളിഡേഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. ദെൻ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിവിഡൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അഡ്ജസ്റ്റ്മെൻറ്റ് മെയ്ഡ് ഫോർ ഇൻട്രാ ഗ്രൂപ്പ് ഡിവിഡൻസ് ആണ് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടി വരിക. ദെൻ ഹോൾഡിംഗ് പെർസെൻറ്റേജ് കാൽക്കുലേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്നാണ് പറയുന്നത്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ
ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണത്തിൻ്റെ അവരെടുത്തിരിക്കുന്ന ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയറിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദെൻ ഡിബഞ്ചർ ഹോൾഡിംഗ് ഇൻ ഗ്രൂപ്പ് കമ്പനീസ് എന്ന് പറയുന്നത് അതും അഡ്ജസ്റ്റ് ചെയ്യുന്നത് കൺസോൾട്ടേഷൻ്റെ ടൈമിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. പ്രൊവിഷൻ ഫോർ കൺസോൾട്ടേഷൻ ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമ്മൾ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്, പ്രത്യേകിച്ച് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 110 പ്രകാരം 110 പ്രകാരമാണ് നമ്മൾ നടപ്പിലാക്കുന്നത്. റവന്യൂ ആൻഡ് ക്യാപിറ്റൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എങ്ങനെ ട്രീറ്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. റവന്യൂ ആൻഡ് ക്യാപിറ്റൽ പ്രോഫിറ്റ്, റവന്യൂ പ്രോഫിറ്റ്സ് ഗോസ് ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ക്യാപിറ്റൽ പ്രോഫിറ്റ് വിൽ ഗോസ് ടു ക്യാപിറ്റൽ റിസർവ് അക്കൗണ്ട് എന്നുള്ളതാണ്. അത് ബേസിക് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ദെൻ ഗുഡ്വില്ലിൻ്റെയും ക്യാപിറ്റൽ റിസർവിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് നോക്കി, ടു റിഫ്ലക്റ്റ് ഫെയർ വാല്യൂ ഓഫ് അക്വിസിഷൻ, അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾ നടത്താറുണ്ട്. കൂടുതൽ ക്യാപിറ്റൽ റിസർവിലേക്കാണ് കിട്ടുന്നതെങ്കിൽ അയാൾക്ക് അത് കൂടുതൽ ബെനിഫിഷ്യൽ ആയിരുന്നു എന്നും, ഗുഡ്വില്ലാണ് വരുന്നതെങ്കിൽ അവിടെ പ്രോഫിറ്റിൻ്റെ വാല്യൂ കുറവായിരുന്നു എന്നുള്ളതാണ് അക്വിസിഷൻ ടൈമിൽ പറയുന്നത്. ദെൻ ലിക്വിഡേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് ഇവിടെ നോക്കുന്നത്. എന്താണ് ലിക്വിഡേഷൻ എന്ന് നോക്കി കഴിഞ്ഞാൽ പലതരത്തിലുണ്ട് ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു ലിക്വിഡേറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യാറുണ്ട്. സോ കമ്പനി വൈൻഡപ്പ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ലിക്വിഡേഷൻ എന്ന് പറയുന്നത്. സോ വോളണ്ടറി ആയിട്ടും കമ്പൽസറി ആയിട്ടും ലിക്വിഡേഷൻ നടത്താറുണ്ട്, വൈൻഡിങ് അപ്പ് നടത്താറുണ്ട്. ദെൻ ലിക്വിഡേറ്റർ എന്ന് പറയുന്ന ആൾ ആ കംപ്ലീറ്റ് പ്രൊസീജിയർ വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള കംപ്ലീറ്റ് പ്രൊസീജിയർ നടത്തുന്നതിന് വേണ്ടി കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ്. അപ്പോയിൻറ്റഡ് ടു സെറ്റിൽ ദ ഡെബ്റ്റ്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ദി അസറ്റ്സ്. ദെൻ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സിന് എങ്ങനെ കിട്ടും, പെയ്ഡ് ബിഫോർ അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, അപ്പോൾ അവർക്ക് കിട്ടുന്നത് അങ്ങനെയാണ്. ദെൻ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനോ ഹാവ് ഫസ്റ്റ് ക്ലെയിം ഓവർ സ്പെസിഫിക് അസറ്റ്, അപ്പോൾ അസറ്റൊക്കെ എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്നതിനുള്ള അവകാശം വരെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സിനുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിനകത്ത് അത് കാണിക്കുക. ഇറ്റ് ഷോസ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി അറ്റ് റിയലൈസിബിൾ വാല്യൂ, അസറ്റും ലയബിലിറ്റിയൊക്കെ റിയലൈസ് ചെയ്യുന്ന അത് വിൽക്കുന്നതും കൊടുക്കുന്നതും, അസറ്റ് വിൽക്കുന്നതും ലയബിലിറ്റി കൊടുക്കുന്നതും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിലാണ് കാണിക്കുക. ജസ്റ്റ് ലൈക്ക് ബാലൻസ് ഷീറ്റാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ്. ഇൻകംപ്ലീറ്റ് റെക്കോർഡൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് മനസ്സിലാവും. ലിക്വിഡേഷൻ എക്സ്പെൻസസ് പെയ്ഡ് ബിഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് റിമൈനിങ് അസറ്റ്സ് എന്നാണ് ഓർത്തിരിക്കുക, ചോദിച്ചിട്ടുള്ളതാണ്. ലിക്വിഡേഷൻ എക്സ്പെൻസസ് പെയ്ഡ് ബിഫോർ ഡിസ്ട്രിബ്യൂട്ടിംഗ് റിമൈനിങ് അസറ്റ്സ്. കോൺട്രിബ്യൂട്ടേഴ്സ് മെമ്പേഴ്സ് ലയബിൾ ടു പേ ഇൻ കേസ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ്. സോ കോൺട്രിബ്യൂട്ടറീസ് ആണ്. എന്താണ് കോൺട്രിബ്യൂട്ടേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ലയബിൾ ടു പേ ഇൻ കേസ് ഓഫ് ഇൻസഫിഷ്യൻറ്റ് ഫണ്ട്സ്. ദെൻ ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്ന് പറയുന്നത് എന്തൊക്കെയാണോ കുറവ് വരുന്നത്, ഷോർട്ട് ഫാൾ ഇൻ അസറ്റ്സ്, അസറ്റ്സിൻ്റെ വാല്യൂവിൽ കുറവ് വരുന്നത്. പിന്നെ സർപ്ലസ് നിങ്ങൾക്കറിയാം, അത് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന എമൗണ്ട് ആണ്. അവരെ എല്ലാ ലൈബിലിറ്റിയും സെറ്റിൽ ചെയ്തതിനു ശേഷം ബാക്കി വരുന്ന എമൗണ്ട് നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് വഴി കണ്ടുപിടിച്ച് അതിൻ്റെ ബാലൻസ് നമ്മളിവിടെ ഷെയർ ഹോൾഡേഴ്സിന് ഷെയർ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ പേയ്മെൻറ്റിൻ്റെ ഓർഡർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്, നോക്കി വെച്ചോളണം. ആദ്യം ലിക്വിഡേഷൻ എക്സ്പെൻസ്, ദെൻ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, ദെൻ പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ്, അതിനുശേഷം അൺസെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ബാലൻസ് ഉള്ള എമൗണ്ട് ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ അനുസരിച്ച് ഷെയർ ചെയ്യുന്നത്. കോൾസ് ഓൺ അൺപെയ്ഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് യൂസ്ഡ് ടു റിക്കവർ എമൗണ്ട്സ് ഡ്യൂ ഫ്രം ഷെയർ ഹോൾഡേഴ്സ്. ദെൻ റിയലൈസേഷൻ അക്കൗണ്ട് അറിയാമല്ലോ, ലിക്വിഡേഷൻ പ്രൊസീജിയറിന് വേണ്ടി യൂസ് ചെയ്യുന്ന റെക്കോർഡാണ് റിയലൈസേഷൻ അക്കൗണ്ട്. അസറ്റ് വിൽക്കുന്നു, ലയബിലിറ്റി പേ ചെയ്യുന്നു എന്നുള്ളതാണ്. ദെൻ ഡിസിഷൻ ഓഫ് എ കമ്പനി എന്ന് പറയുന്നത് എന്താണ്, ലീഗൽ എൻറ്റിറ്റി സീസ് ടു എക്സിസ്റ്റ്, നിയമപരമായിട്ട് അതിൻ്റെ എല്ലാ പ്രൊസീജിയേഴ്സും അവസാനിപ്പിക്കുന്നതാണ്. ദെൻ ലാസ്റ്റ് നമുക്ക് കിട്ടുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ലിക്വിഡേറ്റേഴ്സ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ കിട്ടി, അയാൾ ചെയ്യുന്ന പ്രൊസീജിയറിൻ്റെ ടൈമിൽ എന്തൊക്കെ റെസീപ്റ്റ്സ് ഉണ്ട്, എന്തൊക്കെ പേയ്മെൻ്റ് ഉണ്ട്, അതിൻ്റെ ബാലൻസ് ആണ് സർപ്ലസ് ആയിട്ട് ഷെയർ ചെയ്യുന്നത്. ദെൻ ഫ്രോഡലൻ്റ് ട്രേഡിംഗ്, ഡയറക്ടേഴ്സ് ഹെൽഡ് പേഴ്സണലി ലയബിൾ ഫോർ റോങ്ഫുൾ ട്രേഡിംഗ്. അപ്പോൾ അത് നടത്തുന്നുണ്ടെങ്കിൽ ഡയറക്ടേഴ്സ് അതിന് ലയബിളാണ്, അവർ ബാധ്യത വയ്ക്കേണ്ടതുണ്ട്. ഇത് നമ്മുടെ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിനൊക്കെ അനലൈസ് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന റേഷ്യോസിൻ്റെ 4 കാറ്റഗറിയാണ് വരുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ, അതിനകത്ത് കറണ്ട് റേഷ്യോയും ലിക്വിഡാണ്, അല്ലെങ്കിൽ ക്വിക്ക് റേഷ്യോ എന്നറിയപ്പെടാറുണ്ട്. അസറ്റ് ടെസ്റ്റ് റേഷ്യോ എന്നറിയപ്പെടാറുണ്ട്. കറണ്ട് റേഷ്യോക്കുള്ള മറ്റൊരു പേര് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ എന്നാണ്. സോൾവൻസി റേഷ്യോ, അപ്പോൾ ഷോർട്ട് ടേം ലൈബിലിറ്റി പേ ചെയ്തോ എന്നറിയാൻ വേണ്ടിയാണ് ലിക്വിഡിറ്റി റേഷ്യോ. സോൾവൻസി റേഷ്യോ നോക്കുന്നത് ലോങ് ടേം ലൈബിലിറ്റി പേ ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ടെന്നാണ്. അതിനകത്ത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ പറയുന്നുണ്ട് 2:1, ഡെപ്റ്റ് ടു ക്യാപിറ്റൽ എംപ്ലോയറി റേഷ്യോ വരുന്നുണ്ട്, പ്രൊപ്രൈറ്ററി റേഷ്യോ വരുന്നുണ്ട്, ടോട്ടൽ അസറ്റ് ടു ഡെറ്റ് റേഷ്യോ വരുന്നുണ്ട്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ വരുന്നുണ്ട്. ദെൻ ആക്ടിവിറ്റി ഓർ ടേൺ ഓവർ റേഷ്യോ നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ, അല്ലെങ്കിൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ട്രേഡ് പേയബിൾ ടേൺ ഓവർ റേഷ്യോ, അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഇൻവെസ്റ്റ്മെൻറ്റ് ടേൺ ഓവർ റേഷ്യോ, അല്ലെങ്കിൽ നെറ്റ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ,
വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള 6ഓളം റേഷ്യോസ് വരുന്നുണ്ട്. പ്രോഫിറ്റബിലിറ്റി റേഷ്യോസ് നോക്കുകയാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത്, ഏർണിംഗ് പെർ ഷെയർ, ബുക്ക് വാല്യൂ പെർ ഷെയർ, ഡിവിഡൻഡ് പേ ഔട്ട് റേഷ്യോ, പ്രൈസ് ഏർണിംഗ് റേഷ്യോ, ഇങ്ങനെ പല കാറ്റഗറിയിലായിട്ട് വരുന്നുണ്ട്. സോ ഓർത്തിരിക്കുക, ഇത് റേഷ്യോയുടെ കംപ്ലീറ്റ് വിവരങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ദെൻ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് അനാലിസിസിന് യൂസ് ചെയ്യുന്ന മറ്റ് രീതികളാണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഫണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ ഫണ്ടിൻ്റെ ഇൻഫ്ലോ, പല രീതിയിൽ ഫണ്ട് നമുക്ക് വരാറുണ്ട്, പല സോഴ്സിൽ നിന്ന് നമുക്ക് വരുന്നുണ്ട്. അതിനെ എങ്ങനെ അപ്ലൈ ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോ ആണ് നോക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോ ആണ് നോക്കുന്നത്. പ്രത്യേകിച്ച് 3 ആക്ടിവിറ്റിയിലൂടെയാണ് നമ്മൾ അതിനെ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായ ബാലൻസ് ഷീറ്റിനെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റി ആൻഡ് ഫിനാൻസിങ് ആക്ടിവിറ്റി എന്ന് പറഞ്ഞ് 3 രീതിയിലാണ് അതിനെ ക്ലാസിഫൈ ചെയ്തിട്ട് അനലൈസ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ബിസിനസ്സിൻ്റെ ക്യാഷ് ജനറേഷനെ കാണിക്കുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഫിക്സഡ് അസറ്റിൻ്റെ പർച്ചേസും സെയിലും കാണിക്കുന്നു. ഫിനാൻസിങ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഡെപ്റ്റിൻ്റെ ഇക്വിറ്റിയുടെയും ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും കാണിക്കുന്നു. ദെൻ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബിസിനസ്സിലെ കറണ്ട് അസറ്റിനെയും കറണ്ട് ലയബിലിറ്റിയെയും അനലൈസ് ചെയ്യുന്നതാണ്. ക്യാഷ് ഫ്ലോ വേഴ്സ് ഫണ്ട് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ഫ്ലോ കൺസിഡേഴ്സ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ എന്നാണ് പറയുന്നത്. അതേസമയം ഫണ്ട് ഫ്ലോയിനകത്ത് ഡെപ്റ്റും ഇക്വിറ്റിയും എല്ലാം കാണിക്കുന്നുണ്ട്. റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് ഫോർ ഡിസിഷൻ മേക്കിംഗ് ആണ്. നേരത്തെ നമ്മൾ കാണിച്ച 4 കാറ്റഗറിയിലൂടെയാണ് നമ്മൾ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ നടത്തുന്നത്. റേഷ്യോ അനാലിസിസ്, ലിമിറ്റേഷൻ ഓഫ് റേഷ്യോ അനാലിസിസ് ഓർത്തിരിക്കുക, ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. അതിലൊന്നാണ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ഡിപ്പെൻഡൻസിയാണ്. കാരണം ബെഞ്ച് മാർക്ക് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. ബെഞ്ച് മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്രൈറ്റീരിയ വെച്ചിട്ട്, ഉദാഹരണത്തിന് കറണ്ട് റേഷ്യോ 2:1 എന്നാണ് പറയുക. അതൊരു ഹിസ്റ്റോറിക്കൽ കൺസെപ്റ്റാണ്. ആ ഹിസ്റ്റോറിക്കൽ ഡാറ്റയെ വെച്ചിട്ടാണ് നമ്മൾ കിട്ടുന്ന വാല്യൂവിനെ അനലൈസ് ചെയ്യുന്നത്. ദെൻ ട്രെൻഡ് അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡൻറ്റിഫൈസ് ദി ഫിനാൻഷ്യൽ ട്രെൻഡ്സ് ഓവർ ഇയേഴ്സ്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് കമ്പയർ ചെയ്തിട്ട് നമ്മുടെ ഓരോ സെക്ഷൻസിൻ്റെയും ട്രെൻഡ് എന്താണ്, അപ്പോൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്ത തുകയും നെറ്റ് പ്രോഫിറ്റായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുക. ലാസ്റ്റ് വൺ ഡ്യൂ പോയിൻ്റ് അനാലിസിസ് എന്നാണ്. ഡ്യൂ പോയിൻ്റ് അനാലിസിസ് പറയുന്നത് അനലൈസ് ചെയ്യുന്ന എന്തുമായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുന്നുണ്ട്. റിട്ടേൺ ഓൺ ഇക്വിറ്റിയെയാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. റിട്ടേൺ ഓൺ ഇക്വിറ്റി ഒള്ളി, ഡെപ്റ്റ് അല്ല. റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസുമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രോഫിറ്റ് റീറ്റെയിൻ ചെയ്യുന്നു, അങ്ങനെ റിസർവ് ആൻഡ് സർപ്ലസ് ആയിട്ടൊക്കെ റീറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്നാണ് അനലൈസ് ചെയ്യുന്നത്. സോ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. വളരെ വേഗത്തിൽ വായിച്ച് നമുക്ക് പോകാം. എക്സ്പെക്ട് ചെയ്യുന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് ഈ ഏരിയയിൽ നിന്ന്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫണ്ടമെൻ്റൽ അക്കൗണ്ടിങ് അസംഷൻ? അക്കൗണ്ടിങ് അസംഷൻ ആണ്. അക്കൗണ്ടിങ് അസംഷൻ, അക്കൗണ്ടിങ് കൺസംഷൻ, അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ എന്നൊക്കെ പറയുന്നുണ്ട്. പ്രുഡൻസ് ആണ് കറക്റ്റ് ആൻസർ. ആസ് പെർ ദ മാച്ചിങ് പ്രിൻസിപ്പിൾ എക്സ്പെൻസസ് ആർ റിക്വയർഡ് ഇൻ ദ പീരീഡ് ഇൻ വിച്ച് ദേ ആർ ഇൻക്ലൂഡ് ടു ജനറേറ്റ് റവന്യൂ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതൊക്കെ റോങ് ആൻസർ ആണ്. ബി ആണ് കറക്റ്റ് ആൻസർ. വിച്ച് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് ഡിപ്രീസിയേഷൻ അക്കൗണ്ടിങ്? ഓർത്തിരിക്കുക, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 6 ആണ്. ബാക്കിയുള്ളത് എന്താണെന്നുള്ളത് ഒന്ന് ഓർത്ത് കളക്ട് ചെയ്യുക ഡാറ്റ. International Financial Reporting Standard IFRS are issued by International Accounting Standard Board IASB. As per Accounting Standard 1, financial statements should be prepared using which basis? Accrual basis പ്രകാരം ചെയ്യണമെന്നാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. ക്യാഷ് ബേസിസ് അല്ല, അക്രൂവൽ ബേസിസ്. ഹൈബ്രിഡ് ബേസിസ് നമ്മൾ ഫോളോ ചെയ്യാറില്ല എന്നുള്ളതാണ്. വാട്ട് ഈസ് ദ മാക്സിമം ലിമിറ്റ് ഓഫ് ഡിസ്കൗണ്ട് അലൗഡ് ഓൺ ദ ഇഷ്യൂ ഓഫ് ഷെയർസ്? അവിടെ പറയുന്നുണ്ട്, ഒരിക്കലും നമ്മളിപ്പോൾ പുതിയ കൺസെപ്റ്റ് അനുസരിച്ച് ഷെയർസ് കനോട്ട് ബി ഇഷ്യൂഡ് അറ്റ് ഡിസ്കൗണ്ട് എന്നാണ്. ട്രഡീഷണൽ കോൺസെപ്റ്റിൽ ഡിസ്കൗണ്ടിന് ഇഷ്യൂ ആയിരുന്നു. പക്ഷേ 2018 കമ്പനീസ് ആക്ട് അമെൻമെൻറ്റ് ചെയ്തതിന് ശേഷം ദർ ഇസ് നോ ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് ഡിസ്കൗണ്ട്. ഓൺലി റീ ഇഷ്യൂ വിൽ ബി ഡൺ അറ്റ് ദ ടൈം ഓഫ് റീ ഇഷ്യൂ ഓൺലി വി വിൽ യൂസ് ഡിസ്കൗണ്ട്. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് അക്കൗണ്ട് ഈസ് ക്രെഡിറ്റഡ് വെൻ ഷെയർസ് ആർ ഇഷ്യൂഡ് അറ്റ് പ്രീമിയം? യു നോ വെരി വെൽ, സെക്യൂരിറ്റീസ് പ്രീമിയം റിസർവ് അക്കൗണ്ടാണ് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നത്. In the case of forfeiture of shares, which amount is not refunded to the shareholders? ഈ പറയുന്ന എല്ലാ എമൗണ്ടും അതിനകത്ത് വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ മണി, അലോട്ട്മെൻറ്റ് മണി, കോൾ മണി, എന്തൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടോ അതെല്ലാം നമ്മൾ തിരിച്ചു കൊടുക്കില്ല. വിച്ച് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഷോസ് ദ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ കമ്പനി ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്? ബാലൻസ് ഷീറ്റാണ് അത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. വാട്ട് ഡസ് ദ ടേം കോൾസ് ഇൻ അരിയർ മീൻസ്? അൺപെയ്ഡ് എമൗണ്ട് ഓൺ ഷെയർസ് ബൈ ദ ഷെയർ ഹോൾഡർ. അമാൽഗമേഷൻ ഇൻ ദ നാച്ചർ ഓഫ് മെർജർ മീൻസ്? മെർജറിൻ്റെ അടിസ്ഥാനത്തിലുള്ള അമാൽഗമേഷൻ എന്ന് പറയുന്നത് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദി മെർജിങ് കമ്പനി ആർ ഓൺലി കമ്പൈൻഡ്. വിച്ച് മെത്തഡ് ഈസ് യൂസ്ഡ് ടു കാൽക്കുലേറ്റ് പർച്ചേസ് കൺസിഡറേഷൻ ഇൻ അമാൽഗമേഷൻ? നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിയറിയിൽ. നെറ്റ് അസറ്റ് മെത്തേഡും നെറ്റ് പേയ്മെൻറ്റ് മെത്തേഡും അതിനകത്ത് വരുന്നുണ്ട്.
In internal reconstruction, which account is debited to eliminate fictitious assets? ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട് എന്നൊരു അക്കൗണ്ട് വായിച്ചിരിക്കുക. അതിൻ്റെ തിയറി കൂടുതൽ ഒന്ന് നെറ്റിൽ ഗൂഗിൾ ചെയ്യുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 14 ഡീൽസ് വിത്ത് അമാൽഗമേഷൻ ആണ് കറക്റ്റ് ആൻസർ, ഓർത്തിരിക്കുക. വാട്ട് ഹാപ്പൻസ് ടു ദ ഷെയർ ഹോൾഡർ ഓഫ് ആൻ അബ്സോർബ്ഡ് കമ്പനി ഇൻ കേസ് ഓഫ് അബ്സോർപ്ഷൻ? എന്താണ് ഷെയർ ഹോൾഡറിന് സംഭവിക്കുന്നത്? ദേ റിസീവ് ഷെയർസ് ഇൻ ദി അക്വയറിംഗ് കമ്പനി. പുതിയ കമ്പനിയിലും അവർക്ക് ഷെയർ കിട്ടും. എ ഹോൾഡിംഗ് കമ്പനി ഈസ് ഓൺ ദാറ്റ് ഹോൾഡ്സ് മോർ ദാൻ 50% ഷെയർസ് ഇൻ അനദർ കമ്പനി. മറ്റൊരു കമ്പനിയിൽ 50% കൂടുതൽ ഷെയർ ഹോൾഡ് ചെയ്യുന്നവരെ നമ്മൾ ആ സബ്സിഡിയറി കമ്പനിയുടെ ഹോൾഡിംഗ് കമ്പനി എന്ന് പറയും. ഹൗ ഈസ് മൈനോറിറ്റി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റഡ് ഇൻ എ ഹോൾഡിംഗ് കമ്പനീസ് കൺസോളിഡേറ്റഡ് അക്കൗണ്ട്സ്? ഓർത്തിരിക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഷെയർ ഓഫ് നെറ്റ് അസറ്റ് ഓഫ് സബ്സിഡിയറി ഹെൽഡ് ബൈ ഔട്ട്സൈഡേഴ്സ്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, മൈനോറിറ്റി ഇൻട്രസ്റ്റ്. വിച്ച് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്? ഇക്വിറ്റി മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇൻ കേസ് ഓഫ് ഹോൾഡിംഗ് കമ്പനി അക്കൗണ്ട്സ്, അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓൺ സ്റ്റോക്ക് ഈസ് അഡ്ജസ്റ്റഡ് അഗൈൻസ്റ്റ് കൺസോളിഡേറ്റഡ് റീറ്റെയിൻഡ് ഏർണിംഗ്സ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. വെൻ എ സബ്സിഡിയറി കമ്പനീസ് പ്രോഫിറ്റ് ആർ കൺസോളിഡേറ്റഡ്, ദേ ആർ അഡ്ജസ്റ്റഡ് ഇൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്യുക. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് ലിക്വിഡേഷൻ? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, കമ്പൽസറി ലിക്വിഡേഷൻ ഉണ്ട്, വോളണ്ടറി ലിക്വിഡേഷൻ ഉണ്ട്, ക്രെഡിറ്റേഴ്സ് വോളണ്ടറി ലിക്വിഡേഷൻ ഉണ്ട്, പക്ഷേ മ്യൂച്വൽ ലിക്വിഡേഷൻ കറക്റ്റ് അല്ല. ഹൂ അപ്പോയിൻറ്റ്സ് എ ലിക്വിഡേറ്റർ ഇൻ എ കമ്പൽസറി ലിക്വിഡേഷൻ? കോടതിയാണ്. ഷെയർ ഹോൾഡേഴ്സോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സോ അല്ലെങ്കിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് അല്ല, കോടതിയാണ് കമ്പൽസറി ലിക്വിഡേഷനിൽ. കാരണം എന്തെങ്കിലും കേസ് ഉണ്ടാകുന്ന സമയത്താണ് കമ്പൽസറി ലിക്വിഡേഷൻ വരുന്നത്, ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുമ്പോൾ. പ്രിഫറൻഷ്യൽ ക്രെഡിറ്റേഴ്സ് ആർ പെയ്ഡ്. ആർക്ക് കൊടുക്കുന്നതിന് മുമ്പാണ് ആ ഒരു ആരോ ഇട്ട് നമ്മൾ അവസാനം എഴുതിയതെന്ന് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കുക. ബിഫോർ അൺസെക്വേർഡ് ക്രെഡിറ്റേഴ്സ്, ഒരു മൈൻഡ് മാപ്പ് പോലെ വെച്ചേക്കുക മനസ്സിൽ. എ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഇൻ ലിക്വിഡേഷൻ ഷോസ് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് അറ്റ് റിയലൈസബിൾ വാല്യൂവിലാണ് കാണിക്കുക. ലിക്വിഡേഷൻ എക്സ്പെൻസസ് ആർ പെയ്ഡ് ഫ്രം റിയലൈസേഷൻ അക്കൗണ്ട് ആണ് കറക്റ്റ് ആൻസർ. ബാക്കിയൊരു അക്കൗണ്ട് അതിന് യൂസ് ചെയ്യുന്നില്ല. വിച്ച് റേഷ്യോ മെഷേഴ്സ് എ കമ്പനീസ് എബിലിറ്റി ടു പേ ഷോർട്ട് ടേം ലൈബിലിറ്റി? ഷോർട്ട് ടൈം ലൈബിലിറ്റി ഓർത്തിരിക്കുക. ഷോർട്ട് ടൈം ലൈബിലിറ്റി ലിക്വിഡിറ്റി റേഷ്യോക്കകത്ത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ക്വിക്ക് റേഷ്യോ ആണ്. ലോങ് ടൈം ലൈബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് സോൾവൻസി റേഷ്യോയുടെ എല്ലാ റേഷ്യോസും നമുക്ക് പറയാം. ദ ഫോർമുല ഫോർ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ സിമ്പിളാണ്. ഡെപ്റ്റ് ബൈ ഇക്വിറ്റി, ലോങ് ടൈം ലൈബിലിറ്റി ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ദ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് പ്രിപ്പയർഡ് ടു ഷോ ദ ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ ഈസ് ഡിറൈവ്ഡ് ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, ഡേ ടു ഡേ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി, കറണ്ട് അസറ്റ്, കറണ്ട് ലൈബിലിറ്റി, നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം, ഇതൊക്കെ നമ്മൾ നെറ്റ് പ്രോഫിറ്റ് ബിഫോർ ടാക്സുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റിയുടെ സെക്ഷൻ. ഇൻ റേഷ്യോ അനാലിസിസ് എ ഹയർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ്. അവർ മാക്സിമം നമ്മുടെ ഇൻവെൻട്രിയെ, റോ മെറ്റീരിയൽസിനെയൊക്കെ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഇൻവെൻട്രീസിനെ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നുള്ളതാണ് കാണിക്കുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് കാൽക്കുലേറ്റഡ് ആസ് എങ്ങനെയാണ്? കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി എന്നുള്ള സിമ്പിൾ ഇക്വേഷൻ ആണ്. എ ഹൈ കറണ്ട് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് സ്ട്രോങ് ലിക്വിഡിറ്റി ആണ്. എപ്പോഴെല്ലാം അവർക്ക് ക്യാഷ് ആവശ്യമുണ്ടോ അപ്പോഴെല്ലാം ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ്. ദ ഐഡിയൽ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. ഐഡിയൽ കറണ്ട് റേഷ്യോ 2:1 ആണ്. ഐഡിയൽ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ 2:1 ആണ്. എ കമ്പനി വിത്ത് നെഗറ്റീവ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് ഇറ്റ് ഹാസ് മോർ കറണ്ട് ലൈബിലിറ്റി ദാൻ കറണ്ട് അസറ്റ്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഓർത്തിരിക്കേണ്ട കാര്യം, പോസിറ്റീവ് ആണെങ്കിൽ ഓക്കെ അവർക്ക് കറണ്ട് അസറ്റാണ് കൂടുതൽ, കറണ്ട് ലൈബിലിറ്റി കുറവാണ്. നെഗറ്റീവ് എന്ന് പറയുമ്പോൾ കറണ്ട് ലൈബിലിറ്റിയാണ് കൂടുതൽ, കറണ്ട് അസറ്റ് കുറവാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കമ്പോണൻറ്റ് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ? ഒരിക്കലും ലോങ് ടൈം ലോൺ അതിനകത്ത് വരത്തില്ല. കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റിയുടെയും ഐറ്റംസും എക്സാമ്പിൾസും ഒന്ന് ഓർത്തിരിക്കുക. 36. The net asset method of share valuation considers book value of asset എന്നാണ് ഓർത്തിരിക്കേണ്ടത്. നെറ്റ് അസറ്റ് മെത്തേഡ്. ഗുഡ്വിൽ ഈസ് റെക്കോർഡഡ് വെൻ? ഗുഡ്വിൽ എപ്പോഴാണ് വരുന്നത്? ദ കമ്പനി ഈസ് അക്വയർഡ് ഫോർ മോർ ദാൻ ഇറ്റ്സ് നെറ്റ് അസറ്റ്. ഇൻസോൾവൻസി എന്ന് പറയുന്നതാണ് എ കമ്പനി ഈസ് നോട്ട് ഏബിൾ ടു പേ ദ ലൈബിലിറ്റി. കമ്പനീസ് ലൈബിലിറ്റി എക്സീഡ്സ് ഇറ്റ്സ് അസറ്റ്. ഇൻഫ്ലേഷൻ അക്കൗണ്ട് അഡ്ജസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ പ്രൈസ് ലെവൽ ചേഞ്ചസിനനുസരിച്ചാണ്. വിച്ച് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ ഗുഡ്വിൽ വാല്യുവേഷൻ? സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ മെത്തേഡ് ഉണ്ട്. പക്ഷേ ഈ ക്യാപിറ്റലൈസേഷൻ ഓഫ് ഡെപ്റ്റ് മെത്തേഡ് ഇല്ല. ക്യാപിറ്റലൈസേഷൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്
ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റും ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റും ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് എന്നുള്ള ഒരു മെത്തേഡും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഫയർ ഇൻഷുറൻസ് ക്ലെയിംസ് ആർ കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ സം ഇൻഷുർഡ് ആൻഡ് ആൾസോ മാർക്കറ്റ് വാല്യൂ ഓഫ് ഗുഡ്സ്. നെറ്റ് റിയലൈസബിൾ വാല്യൂ നമ്മൾ നോക്കുന്നില്ല. ഇഫ് എ പോളിസി ഹോൾഡർ ഹാസ് അണ്ടർ ഇൻഷുർഡ് അസറ്റ്സ്, the claim amount determined by or calculated by ആവറേജ് ക്ലോസ് എന്നുള്ള ഒരു ഇതാണ്. അല്ലാതെ ഡബിൾ എൻട്രി സിസ്റ്റമോ ഗുഡ് വിൽ വാല്യൂഷനോ ഡിവിഡൻഡ് ഡേറ്റോ ഒന്നും കറക്റ്റ് ആൻസർ അല്ല. ആവറേജ് ക്ലോസ് യൂസ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുക. ദ മെയിൻ ടൈപ്പ് ഓഫ് ഇൻഷുറൻസ് ക്ലെയിംസ് ഇൻക്ലൂഡ് ഫയർ ആൻഡ് മറൈൻ ഇൻഷുറൻസ് ഉണ്ട്, ലൈഫ് ആൻഡ് ഹെൽത്ത് ഉണ്ട്. ഓക്കെ, ആദ്യത്തെ 2 കാറ്റഗറിയും വരുന്നുണ്ട്. ഇൻ മറൈൻ ഇൻഷുറൻസ് പാർഷ്യൽ ലോസ് ഈസ് കോൾഡ് പർട്ടിക്കുലർ ആവറേജ് ലോസ് എന്നാണ് അതിന് പറയുക. പർട്ടിക്കുലർ ആവറേജ് ലോസ്. The amount of claim under loss of profit policy is determined by. ക്ലെയിം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളതാണ്. ഇക്വേഷൻ ഓർത്തിരിക്കുക. നെറ്റ് പ്രോഫിറ്റ് ലോസ്റ്റ് പ്ലസ് ഫിക്സഡ് എക്സ്പെൻസ് പ്ലസ് ഇൻക്രീസ്ഡ് വർക്കിംഗ് കോസ്റ്റ്. ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് യൂസ്ഡ് പ്രൈമർലി ബൈ പബ്ലിക് യൂട്ടിലിറ്റി കമ്പനീസ് ആണ് അത് യൂസ് ചെയ്യുക. ഡബിൾ അക്കൗണ്ട് സിസ്റ്റം. ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻ ദ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് ഡിവൈഡഡ് ഇൻ ടു ക്യാപിറ്റൽ റെസീറ്റ് എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. ഇൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഈസ് നോൺ എസ് റവന്യൂ അക്കൗണ്ട് എന്നാണ്. റവന്യൂ റെസീറ്റും റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെയും കമ്പാരിസൺ ആണ് അവിടെ നടക്കുക. ദ പ്രൈമറി പർപ്പസ് ഓഫ് ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് ഷോസ് ക്യാപിറ്റൽ ആൻഡ് റവന്യൂ ട്രാൻസാക്ഷൻ സെപ്പറേറ്റ്ലി. ക്യാപിറ്റൽ റെസീറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും പ്രത്യേകം കാണിക്കുന്നുണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വഴി. അതോടൊപ്പം തന്നെ ഇൻകം അക്കൗണ്ട് വഴി റവന്യൂ എക്സ്പെൻഡിച്ചറും റവന്യൂ റെസീറ്റ്സും കാണിക്കുന്നുണ്ട്. ദ ബാലൻസ് ഷീറ്റ് ഇൻ ഡബിൾ അക്കൗണ്ട് സിസ്റ്റം ഈസ് കോൾഡ് ജനറൽ ബാലൻസ് ഷീറ്റ് എന്നാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സോ കൺസോളിഡേറ്റഡ് ബാലൻസ് ഷീറ്റ് എന്നോ അതെന്നുള്ളതും കറക്റ്റ് ആൻസർ അല്ല. സോ പ്ലീസ് വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് മൊഡ്യൂൾ. ദിസ് ഈസ് റിഗാർഡിംഗ് ദ ഫസ്റ്റ് മൊഡ്യൂൾ അക്കൗണ്ടിംഗ്, ദ ഫിനാൻഷ്യൽ അക്കൗണ്ടിംഗ്. So wait for the next module, advanced cost accounting. Thank you for watching the entire video. Kindly share with the students and friends who are working for HSST. Kindly share with the B.Ed student teachers group also. Thank you so much for watching. Lot of accountancy and business studies videos are available in my channel. Kindly, if you have time, please watch. Chapter wise videos are there. Thank you so much.